പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ 12 വരെയുള്ള വാക്യങ്ങൾ എടുത്തു. അപ്പോൾ അതിൽ നമ്മൾ കണ്ടത് കർത്താവിൻ്റെ നോയമ്പ്, ഉപവാസം ഇതെല്ലാം 40 ദിവസത്തെ കഴിഞ്ഞു. ഒരു സാധാരണ മനുഷ്യനെ പോലെ നമ്മളെപ്പോലെ തന്നെ നമ്മളുടെ ഇടയിൽ വന്നു. നമ്മൾക്കത് മാതൃക, നോയമ്പിൻ്റെ ഉപവാസത്തിൻ്റെ മാതൃക കാണിച്ചു തന്നു. ഉപവാസം എന്ന് പറയുമ്പോൾ ദൈവത്തോടു കൂടി ആയിരിക്കേണ്ടുന്നതാണ്, എപ്പോഴും ആയിരിക്കുക എന്നുള്ളതാണ്. അതിന് വ്യത്യാസങ്ങൾ വരാൻ പാടില്ല, എങ്കിലേ അത് ഫലപ്രദമാകുകയുള്ളൂ. ഉപവാസവും പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ സൂക്ഷിക്കുന്നവരെ പരീക്ഷിക്കാനായിട്ട് സാത്താൻ പ്രലോഭിപ്പിക്കാനായിട്ട് വരും, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. അവയെ എങ്ങനെ നേരിടണം എന്നും കർത്താവ് അതിൻ്റെ മാതൃക കാണിച്ചു തന്നു. അപ്പോൾ നമ്മുടെ ഈ നോയമ്പ് അല്ലെങ്കിൽ വ്യർത്ഥമായി പോകും, പ്രയോജനമില്ലാതായി പോകും. അപ്പോൾ അതിൽ കണ്ടത് ഒന്നാമത്തെ പരീക്ഷണത്തിലെ അപ്പമുണ്ടാക്കുക, കല്ല് അപ്പമാകുക. യേശു വിശന്ന് വലഞ്ഞിരുന്നപ്പോഴാണ്, ദാഹിച്ച് വലഞ്ഞിരുന്നപ്പോഴാണ് 40 ദിവസത്തെ ഉപവാസവും ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത്, സാത്താൻ പരീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളിലും അതുപോലെ തന്നെ അങ്ങനെ ദാഹിച്ചും ക്ഷീണിച്ചും വലഞ്ഞു ഇരിക്കുമ്പോൾ, ശരീരത്തിൻ്റെ ക്ലേശം കൊണ്ട് വലഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മൾ തെറ്റുകൾ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകും. നമ്മുടെ സ്വന്തം കാര്യം, സ്വാർത്ഥത ഉടലെടുക്കും. സാത്താൻ അതിനു വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും. ഇവിടെ കല്ലുകൊണ്ട് അപ്പം ആക്കാൻ, സ്വന്തമാക്കി കഴിക്കാൻ, ഭക്ഷിക്കാൻ, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, കർത്താവിൻ്റെ ശക്തി ഉപയോഗിക്കേണ്ടത്. സാത്താൻ പറഞ്ഞത് ദൈവപുത്രനാണ്, അതൊക്കെ ഇത് സാധിക്കും, ചെയ്യാം. പക്ഷേ അതിനല്ല പ്രിയപ്പെട്ടവരെ, ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഏത് കാര്യവും, ഒരു രോഗസൗഖ്യത്തിന് പോലും, സ്വന്തം കാര്യത്തിന് പോലും ആത്മീയ ശക്തി ഉപയോഗിക്കാൻ പാടില്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി, നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇത് വേണ്ടുന്നത്, വീട്ടിലുള്ളവർക്ക് വേണ്ടിയല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല. അതൊക്കെ നടത്തുന്നത് ദൈവം നടത്തിത്തരും. വീട്ടിലുള്ളവർക്ക് വേണ്ടിയൊക്കെ ആയാലും സ്വന്തം ആവശ്യത്തിൽ ദൈവം അറിഞ്ഞു തരുന്നത്, ചികിത്സിച്ചിട്ടും ഫലമില്ലെങ്കിൽ അറിഞ്ഞു തരുന്നതാണ് അതെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനോട് താതാത്മ്യം പ്രാപിച്ച് പോവുക, അത് അംഗീകരിച്ച് പോവുക. ദൈവം തരുന്ന, നമ്മൾ സഹിക്കാൻ തരുന്ന അവിടുത്തെ സഹനത്തിൻ്റെ പങ്ക് നമുക്ക് തന്ന് നമ്മളെ അത് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അത് മാറ്റാനായിട്ട് നോക്കണ്ട എന്നാണ്. അപ്പോൾ അപ്പം എന്ന് പറയുന്നത് അധ്വാനിച്ച് വേണം കഴിക്കാൻ. ശരീരത്തിൻ്റെ പോഷണം ശരീരം കൊണ്ട് അധ്വാനിച്ച് കഴിക്കണം. അത്ഭുത സിദ്ധികൾ കൊണ്ടൊന്നും കഴിക്കാനായിട്ടിരിക്കരുത്. നമ്മൾ കഴിക്കുക, മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ പങ്ക് കഴിക്കാൻ ആകരുത് നമ്മളുടെ ആഗ്രഹം. മുഴുവൻ സമയവും, മുഴുവൻ നമ്മുടെ കാലങ്ങളിലും അങ്ങനെ സാധിക്കുകയില്ല. രണ്ടാമതായിട്ട് പറഞ്ഞത്, അവിടുന്ന് ലോകത്തിൻ്റെ മുഴുവൻ അധികാര പ്രമത്തത നമുക്കുണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ആത്മീയരായിട്ടിരിക്കുമ്പോൾ തന്നെ അതെല്ലാം നമ്മൾക്ക് തോന്നും. ഉപവാസത്തിലും പ്രാർത്ഥനയിലും നോയമ്പിലുമായിരിക്കുമ്പോൾ നമുക്ക് തോന്നും, അധികാരം എനിക്കിത് പോരാ, എന്നെ എന്നിട്ട് മാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, പരിഗണനയില്ല, അവജ്ഞയാണ്, നിന്ദയാണ്, അവമാനമാണെന്നൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് തോന്നും. അത് സാത്താൻ തോന്നിക്കും. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷ നേടേണ്ടുന്നത് എന്നുള്ളതാണ്. നമ്മൾക്ക് അധികാരം സ്ഥാപിക്കുക, പ്രശംസ നേടുക, മറ്റുള്ളവരുടെ അമിതമായ സ്നേഹം നമ്മളിൽ ഉണ്ടാകുക എന്നുള്ള സ്വാർത്ഥ ചിന്ത, മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്നെ എല്ലാവരും സ്നേഹിക്കണം എന്ന് ഉള്ള ചിന്ത നമുക്കങ്ങോട്ടും ഇല്ലാതാനും. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് സാത്താൻ തരുന്നതാണ് ചിന്തകളും പ്രലോഭനങ്ങളുമൊക്കെ. അത് അപ്പോൾ ആത്മീയ വരങ്ങളെ, ആത്മീയ നേട്ടങ്ങൾ, ആത്മീയ ശക്തി ഒരിക്കലും ദൈവിക ശക്തി ഒന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കാനുള്ളത്. അന്യൻ്റെ മേലെ ആധിപത്യം നേടുക, അധികാരം പ്രയോഗിക്കുക, എന്നാൽ എൻ്റെ ഇഷ്ടത്തിന് അവൻ വരണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഏതാണ്? സാത്താൻ്റെ ചിന്ത തന്നെയാണ്. അത് ആത്മീയതയ്ക്ക് എതിരാണ്, ആ ദൈവിക ചിന്തയ്ക്കെതിരാണ്. ദൈവത്തിനോടുള്ള ശത്രുതയാണ് അവിടെ നമ്മൾ അങ്ങനെ ചെയ്താൽ പ്രകടമാക്കുന്നത്. അത് കണ്ടു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത്, ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് ചാടാൻ പറയുന്നത്, ആ പാരപെറ്റിൽ കൊണ്ട് നിർത്തിയിട്ട്. അപ്പോൾ ആത്മീയതയുടെ ഉന്നതിയിൽ നിൽക്കുന്നവർ സ്വന്തം നേട്ടത്തിനും കാര്യത്തിനും പരീക്ഷണത്തിനും ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി പോകരുത്. ദൈവം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കട്ടെ എന്നുള്ള രീതിയിലല്ല വേണ്ടിയത്. ഇതൊന്നും തന്നെ
സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, സിദ്ധികളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ക്രിസ്തീയ ദർശനം തന്നെ, അതിൻ്റെ അടിസ്ഥാനം തന്നെ. നമ്മൾ ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കണം, എനിക്ക് വേണ്ടി മാത്രമായിട്ടാകരുത്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അതിന് മുന്തിയ പരിഗണന കൊടുക്കേണ്ടുന്നത്. അങ്ങനെയാണ് മറ്റുള്ളവർക്ക്, കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിലുള്ളവർക്ക് വേണ്ടി. അതോടൊപ്പം സമൂഹം എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യ സമൂഹത്തിന് വേണ്ടി ആയിരിക്കണം ജീവിക്കേണ്ടുന്നത്. അതാണ് മിഷണറിമാരും കന്യാസ്ത്രീകൾ, അവരൊക്കെ മിഷണറിമാരാണ് കന്യാസ്ത്രീകൾ. അപ്പോൾ അവരെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ സാത്താനെ ജയിച്ചു. പഴയ പഴയ ഇസ്രായേൽ ജനത, പഴയ കർത്താവ് ദൈവത്തിൻ്റെ പഴയ പുത്രൻ ആയ ഇസ്രായേൽ ജനത, അവർക്ക് മരുഭൂമിയിലും കാനാൻ ദേശം കിട്ടിക്കഴിഞ്ഞപ്പോഴും തന്നെ അവർക്ക് പലവിധമായ സാത്താൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് അവർ വീണുപോയി. ഇവിടെ പുതിയ ഇസ്രായേൽ, പുതിയ നിയമത്തിലെ ഇസ്രായേൽ ആയ യേശു, അതായത് കർത്താവിൻ്റെ യഥാർത്ഥ പുത്രൻ തന്നെ ഇവിടെ വന്നു സാത്താനെ തൻ്റെ നോയമ്പാലും തൻ്റെ ഉപവാസത്താലും അവിടുന്ന് വചനത്താലും അവിടുന്ന് ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ കാണാൻ കർത്താവിനെ അവിടുന്ന് അഭിഷേകം ചെയ്ത്, അവിടുന്ന് നമ്മളെ സ്നാന സമയത്ത് കണ്ടു, വിശുദ്ധ ത്രിത്വം തന്നെ അഭിഷേകം ചെയ്തു. അപ്പോൾ ആ അഭിഷേകം ചെയ്തപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ ഈ നോയമ്പ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. നോയമ്പുമൊക്കെ നമ്മൾ അതൊക്കെ ഇരിക്കുമ്പോൾ, നോയമ്പിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾക്കും കിട്ടും ഇങ്ങനെയുള്ള അഭിഷേകങ്ങളൊക്കെ. അത് പൂർണ്ണതയിൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും, പൂർണ്ണമായ നോയമ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കുക തന്നെ ചെയ്യും. കർത്താവ് നമുക്ക് തരുന്ന ദൗത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ചെയ്യണം. അപ്പോൾ എന്നിട്ട് 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പോൾ പിശാച് അവനെ പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. നമുക്ക് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സാത്താൻ പൂർണ്ണമായിട്ട് എന്നത്തേക്കുമായിട്ട് നമ്മളെ വിട്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല, വിട്ടുപോകുകയില്ല. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും അങ്ങനെ അത് നമ്മൾക്ക് പ്രലോഭനങ്ങളും അതെല്ലാം ഉണ്ടാകണം. അത് നമ്മുടെ മാറ്റുരച്ച് നോക്കുക. ആത്മീയമായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്നതിന് അത് അത്യാവശ്യമാണ്. അതാണ് കർത്താവ് പറഞ്ഞ ബലപ്രയോഗം കൊണ്ടാണ് ദൈവരാജ്യം നേടേണ്ടുന്നത്. ബലപ്രയോഗം എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളുടെ അതിനെ അതിജീവിച്ച് നമ്മൾ ദൈവിക ശക്തി കൊണ്ട് നമ്മൾ അതിജീവിച്ച് അത് നേടണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എല്ലായ്പ്പോഴും തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളും സാത്താനിലെ പ്രേരണകളെല്ലാം നമുക്കുണ്ടാകും. അതുപോലെയാണ് കർത്താവിന് നിശ്ചിത കാലത്തേക്ക്, യേശു അതിലെ പൂർണ്ണമായിട്ട് ദൈവമായതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഉണ്ടാകത്തില്ല, ദൈവത്തിന് എന്ന് വന്നില്ല. യേശുവിന് ഇതെല്ലാം ഉണ്ടായി, അത് അവിടുന്ന് ഇനിയും ഉണ്ടാകും. അപ്പം നിശ്ചിത കാലത്തേക്ക് അവിടുന്ന് അവനെ വിട്ടുപോയി. കർത്താവ് ഇവിടെ പരസ്യ ജീവിതം, സുവിശേഷം, തൻ്റെ ജീവിതം ആരംഭിക്കണം. താൻ വിജയിച്ച സാത്താനെ ലജ്ജിപ്പിച്ച് അയച്ചു. അപ്പോൾ അത് തുടങ്ങുകയും ചെയ്യണം. അപ്പോൾ നിശ്ചിത ആ സമയം വരുമ്പോൾ അവൻ കൂടുതലായിട്ട് ഇനിയും ഇടപെടും എന്നുള്ളതാണ് പറയുന്നത്. അവനെ വിട്ടുപോയി. അപ്പം നിശ്ചിത കാലം കഴിഞ്ഞാൽ അതിൻ്റെ അവസരം വരുമ്പോൾ കാണാം എന്നുള്ളതാണ് സാത്താൻ്റെ വിചാരം. അതിന് പലപ്പോഴും കർത്താവിൻ്റെ ഈ കാര്യം പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു. അതായത് നമ്മൾ പരസ്യ ജീവിതകാലത്ത് അവിടുന്ന് പറഞ്ഞു തൻ്റെ അന്ത്യത്താഴത്തിനും ഒക്കെ മുൻപായിട്ട് തന്നെ കർത്താവ് പറയുന്നുണ്ട്, ശിമയോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാനായിട്ട് ശ്രമിച്ചു. ഞാൻ നിനക്ക് ശക്തി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന നിൻ്റെ സഹോദരങ്ങളെയും നീ ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം എന്ന് പത്രോസിനോട് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഇനിയും വരുന്ന ഇങ്ങനെ ശിഷ്യരെ
പ്രലോഭിപ്പിക്കാനായിട്ട് അത് അങ്ങനെ പലപ്പോഴും വന്നു. പത്രോസിൽ സാത്താൻ പ്രവേശിച്ചു. അങ്ങനെ നോക്കി. അപ്പോൾ അങ്ങനെ സാത്താൻ്റെ പ്രലോഭനം പിന്നെ ആ സമയം നോക്കി അവൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പത്രോസാണ് ഇനി കർത്താവിന് ശേഷം അതിനെ ദൈവജനത്തെ നയിക്കേണ്ടുന്നത്, സഭയെ നയിക്കേണ്ടുന്നത് എന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ കേസറിയ ഫിലിപ്പിയിൽ വെച്ചുള്ള ആ സംഭവത്തിൽ അപ്പോൾ അവിടുന്ന് സാത്താൻ അവരിൽ പ്രവേശിച്ചു. സാത്താനിൽ പത്രോസിൽ പ്രവേശിച്ചു. കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഭാഗമായ ആ പീഠാനുഭവങ്ങളും കുരിശിൽ മരണവും ഒന്നും നിനക്കുണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞു സാത്താൻ പത്രോസിനെ കൊണ്ട് പറയിച്ചു. കാരണം പത്രോസിന് മുഖ്യനായല്ലോ, യേശുവിനു ശേഷമുള്ളവനാണല്ലോ എന്ന്. അപ്പം കർത്താവ് അത് കേൾക്കുമെന്നുള്ള സാത്താൻ്റെ പ്രലോഭനം അവിടെ വിജയിച്ചില്ല. അതുപോലെയാണ് പിന്നെയും നമ്മൾക്ക് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷത്തിൽ 22 അധ്യായം തൻ്റെ അവസാന സമയം 3 മുതൽ 53 വരെയുള്ള ഭാഗങ്ങളിൽ 2-3 പ്രാവശ്യമായിട്ട് പലപ്പോഴും തന്നെ കർത്താവിന് അവിടെ സാത്താൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ സാത്താൻ ഉപയോഗിച്ചു. അതാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി തന്നെ 14-ാം വാക്യത്തിൽ കാണുന്നു. പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ചിട്ട് സാത്താൻ പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയോടുകൂടി തന്നെയാണ് അവിടെ നിന്ന് യേശു തൻ്റെ പരസ്യ ജീവിതത്തിന് വേണ്ടി ജീവിതം ആരംഭിക്കുന്നത്. സാത്താനെ അതിജീവിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ആ ശക്തി കൊണ്ട് മാമോദീസ സമയത്ത്. അതേപോലെ തന്നെയാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ്റെ സാത്താൻ്റെ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ സാധിച്ചു. ആ ശക്തി നിലനിൽക്കുകയാണ്. അതൊരിക്കലും യേശുവിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ലെന്ന് മനസ്സിലാക്കണം. യേശുവിൽ നിന്ന് മാത്രമല്ല, ദൈവമായതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, നമുക്കത് പറ്റത്തില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മളും ഈ നോയമ്പും ഒക്കെ വിശുദ്ധമായിട്ട് ആചരിക്കുകയാണെങ്കിൽ നമ്മളിലും അങ്ങനെ തന്നെയായിരിക്കും. ദൈവാത്മാവിൻ്റെ ശക്തി നമ്മളിൽ എപ്പോഴും നിലനിൽക്കും. നമ്മൾക്ക് സാത്താനെയും ജയിക്കാൻ കഴിയും. അതാണ് കർത്താവ് ഇവിടെ കാണിച്ചു തരുന്നത്, ലൂക്കാ ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ശക്തിയോടുകൂടി തന്നെ, അപ്പോൾ ആ സാത്താനെ അതിജീവിച്ച അതേ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി തന്നെയാണ് കർത്താവ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രബോധനം, തൻ്റെ പ്രവൃത്തികൾ എല്ലാം തന്നെ പ്രവൃത്തികൾ എല്ലാം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഇവിടെ ലൂക്കായി അവതരിപ്പിക്കുന്നത് യേശുവിനെ മോശയെ പോലെ ഒരു പുതിയ പ്രവാചകനായിട്ടാണ്. ഇവിടെ നമ്മൾ ഒരു പുതിയ പ്രവാചകൻ മോശ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ അവസാന സമയത്ത് പറഞ്ഞത്, എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർത്തും എന്ന് പറയുന്നു. ആ പ്രവാചകനെ, ആ ദൈവിക മനുഷ്യനെ ആ അവതാരത്തിൽ നോക്കിയാണ് ദൈവജനമായ ഇസ്രായേൽ മുഴുവനും വന്ന് ഈ ഇത്രയും സഹസ്രാബ്ദങ്ങളായിട്ട് 2000 വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞിരുന്നത്. അവരിങ്ങനെ നോക്കിക്കൊണ്ടാണ് എപ്പോഴാണ് ആരാണ് വരുന്നതെന്ന്. അവർ പലപ്പോഴും പലരെയും പറ്റി സംശയിക്കുന്നുണ്ട്. അവസാനമായിട്ട് സ്നാപകയോഹന്നാനെ പറ്റി സംശയിക്കുന്ന ഈ ക്രിസ്തുവാണോ ഇല്ലയോ എന്ന്. ആ ക്രിസ്തുവിനെ നോക്കിയാണ് അവരിരുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു പ്രവാചകനെ ആണ് മോശ എന്ന് തൻ്റെ പ്രവർത്തന ശൈലിയിലും ലക്ഷ്യത്തിലും എല്ലാം ലൂക്ക പ്രതിപാദിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഇവിടെ പറയുന്നു, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു, എല്ലാവരും അവനെ പുകഴ്ത്തി. അതിനു മുൻപുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ഗലീലിലേക്ക് മടങ്ങിപ്പോയി ആത്മാവിൻ്റെ ശക്തിയോടുകൂടി അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും, ഗലീലിയിലും സമീപ പ്രദേശങ്ങളിൽ, യൂദയായിലും എല്ലായിടത്തും തന്നെ പലസ്തീനയിലും പല ഭാഗങ്ങളിലും ഒക്കെ പ്രചരിച്ചു. അവൻ്റെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ചു. അപ്പോൾ അങ്ങനെ ആയിരുന്ന യേശു തൻ്റെ
ദൗത്യം നിറവേറ്റുകയാണ്. അഭിഷേക ദൗത്യം എന്തുവായിരുന്നു? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക, അതിന് ജനങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ യേശു എല്ലാ ശാബത്തുകളിലും സിനഗോഗുകളിലെല്ലാം, അവരുടെ സിനഗോഗുകളിലെല്ലാം എല്ലാ പ്രദേശങ്ങളിലും എല്ലാം ചെന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? പ്രവാചക നിയമ ഗ്രന്ഥങ്ങൾ, പ്രവാചക ഗ്രന്ഥങ്ങൾ, ആ വചനങ്ങൾ എല്ലാം തന്നെപ്പറ്റി, അതായത് യേശുവിനെ, അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരുന്ന പ്രവചനങ്ങളും എല്ലാം നിറവേറുന്നതായിട്ടെല്ലാം അവിടുന്ന് അവരെ പഠിപ്പിച്ച് വ്യാഖ്യാനിക്കുകയായിരുന്നു. പക്ഷേ താൻ ആണ് യേശു, ഈ യേശുവാണ് വ്യക്തി, തങ്ങൾ സഹസ്രാബ്ദങ്ങളായിട്ട് നോറ്റ് കാത്തിരിക്കുന്ന ആ വ്യക്തി എന്ന് അവർക്ക് മനസ്സിലായില്ല. ഇതെല്ലാം സ്പഷ്ടമായിട്ട് കർത്താവ് പറഞ്ഞിട്ടും ഇതെല്ലാം തന്നിൽ കാണുന്നു, തന്നിൽ തന്നെ എല്ലാം ഒതുങ്ങുന്നു എന്ന് കണ്ടിട്ടും തന്നിൽ തന്നെ കേന്ദ്രീകരിക്കുന്നതെന്ന് കണ്ടിട്ടൊന്നും അവർക്കത് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അങ്ങനെ കർത്താവ് അവസാനം തൻ്റെ സ്വന്തം പട്ടണമായ, സ്വന്തം നാടായ നസ്രത്തിലും വന്നു. താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. പതിവ് പോലെ എന്നാണ് കാണുന്നത്. അപ്പോൾ അതുവരെ എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ പതിവ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അത് 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. 17-ലും വായിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് കർത്താവിൻ്റെ പതിവായിരുന്നു. അത് നമുക്ക് ഇവിടെ ലൂക്കായ അതൊരു ഷാഡോ ആയിട്ട്, ഒരു നിഴലായിട്ട് കാണിക്കുകയാണ് കർത്താവിൻ്റെ ഈ ഭാഗത്ത്. കാരണം ഇനിയുള്ള ശുശ്രൂഷ ഭാഗങ്ങളിലും സമയങ്ങളിലും ഈ താൻ സ്ഥാപിക്കുന്ന ദൈവസഭയുടെ ആ വളർച്ചയുടെ ആ കാലം ആരംഭിക്കുന്ന ആ സഭയിലും ഇനിയും നടക്കാൻ പോകുന്ന ആരംഭദശയിലും വളർച്ചയിലും എല്ലാം നടക്കാൻ പോകുന്ന ലോകാവസാനം വരെ നടക്കാൻ പോകുന്ന പദ്ധതി എങ്ങനെയാണ്, ആ ശൈലി അത് നടന്നുകൊണ്ട് പോകുന്ന ശുശ്രൂഷകളെന്ന് കാണിക്കുകയാണ്. അത് ഓരോ നമ്മൾ കാണിക്കുന്നു. ഇപ്പം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 46-ാം വാക്യം, 3-ാം അധ്യായം 1-ാം വാക്യം, 5-ാം അധ്യായം 12-ാമത്തെ വാക്യം, ഇവിടെ എല്ലാം കാണുന്നത് അവർ ഒന്നിച്ചു കൂടിയാണ്, ദൈവാലയത്തിൽ ഒന്നിച്ചു കൂടി ആരാധന നടത്തുന്നു, അപ്പം മുറിക്കൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇന്നൊന്നും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് തുച്ഛമായ ജനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത്, കുറച്ച് ആയിരങ്ങൾ ഉണ്ടായിരുന്നിടത്ത് അപ്പം മുറിക്കലും, നമുക്കപ്പോഴപ്പം ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ചെയ്യുക, മുറിക്കുക, അത് ആ ശുശ്രൂഷ ചെയ്യുക, വിശുദ്ധ കുർബാന, അത് കർത്താവ് സ്ഥാപിച്ച തൻ്റെ തിരുശരീര രക്തങ്ങൾ അപ്പമാക്കി മാറ്റി, അപ്പവും വീഞ്ഞും അത് തിരുശരീര രക്തങ്ങളാക്കി മാറ്റി ഭക്ഷിക്കുക, കർത്താവിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് അത് എളുപ്പമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇത്രയും നമ്മുടെ കാലഘട്ടങ്ങൾ പുരോഗമിച്ചു, നമ്മുടെ സഭയും വിശ്വാസ സമൂഹവും പുരോഗമിച്ചു, എല്ലാം വളർന്നു വന്നപ്പോൾ, സംഖ്യാബലത്തിലുമൊക്കെ ഏറ്റവും വളർന്നു വന്നപ്പോൾ അത് എപ്പോഴും ആ ഒരു ശുശ്രൂഷയല്ല വേണ്ടി. അതിനാണ് തിരുവോസ്തി കാലക്രമേണ ആയത്. ആ തിരുവോസ്തി ഉണ്ടാക്കുക, അപ്പം തന്നെയാണ്, ഗോതമ്പ് അപ്പം തന്നെയാണ് ഉണ്ടാക്കി അത് എല്ലാവർക്കും അങ്ങനെ പങ്കുവയ്ക്കുക. അല്ലാതെ ഉള്ള ഓരോ കഷ്ണം എവിടെയെങ്കിലും ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് മുന്തിരിച്ചാറും ജ്യൂസ് അടിച്ച് കുടിച്ച് അങ്ങനെ വെച്ചിരുന്ന് അങ്ങനെ കുടിക്കുക, അങ്ങനെയുള്ളതല്ലായിരുന്നു അപ്പം ശുശ്രൂഷയിൽ. പിന്നീട് അതെല്ലാം മാറിയായിരുന്നു. വളരെ എത്രയോ കാലങ്ങൾ, നൂറ്റാണ്ടുകൾ അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം പലപ്പോഴും വന്നപ്പോൾ ലൂഥറിൻ്റെയും മറ്റും പരിഷ്കരണങ്ങളും ഒക്കെ വന്നപ്പോഴും അതിനൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണമില്ലെന്നല്ല, വന്നു അതിൻ്റെ വീണ്ടും പഴയതുപോലെ അങ്ങനെ ആക്കണമെന്നും പറഞ്ഞ് അത് ശരിയായിട്ടുള്ള നടപടിയല്ല. ഞാൻ അതിനെപ്പറ്റി വിവരിക്കുന്നില്ല. അപ്പം തിരുവോസ്തി ശുശ്രൂഷ, അത് തൻ്റെ തിരുശരീരം തിരുരക്തമായിട്ട് അത് വാഴ്ത്തി വിശ്വാസികൾ ഭക്ഷിക്കുന്ന ആ
ആരാധന അത് ഇന്നും അത് ലോകാവസാനം വരെയും ക്രിസ്ത്യാനികൾ ഉള്ള കാലത്തോളം അത് അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ കത്തോലിക്കർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലായാലും മറ്റ് സമൂഹങ്ങളും അത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പസ്തോലിക സഭയിൽ അല്ലെങ്കിൽ തന്നെയും മറ്റുള്ളവരും അത് ചെയ്യുന്നുണ്ട്, അത് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഷാഡോയാണ് ഇവിടെ കണ്ടത്. അവർ പതിവ് പോലെ അവൻ എഴുന്നേറ്റ് അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ആ വായന ശുശ്രൂഷ, അതിൻ്റെ സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥം വായന, വ്യാഖ്യാനം, ആ ശുശ്രൂഷ നമ്മൾ ഇന്നും നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ആരാധനയുടെ ഭാഗമാണത്. അപ്പോൾ ഇവിടെ യെശയ്യായുടെ പുസ്തകം കൊടുത്തു, അദ്ദേഹത്തിന് വായിക്കാൻ എഴുന്നേറ്റിരുന്നപ്പോൾ യേശുവിന് കൊടുത്തു. അത് വായിച്ചിട്ട് കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ അപ്പോൾ വായിച്ചു, ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. 18-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ്, കർത്താവ് തുറന്ന് പറയുകയാണ്, ഇതെല്ലാം ഞാൻ തന്നെയാണ്, എന്നെപ്പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് അവിടെ സ്പഷ്ടമാക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഇതെനിക്ക് പറയാനുള്ള അവസരം തന്നിരിക്കുകയാണ്, ഞാൻ ജനങ്ങളുടെ മുൻപിൽ തെളിയിച്ചു കൊടുക്കണം. അപ്പോൾ മറ്റുള്ളിടത്തെല്ലാം ഇങ്ങനെ പറഞ്ഞെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ കർത്താവിൻ്റെ സ്വന്തം നാടാണ്, ഇവിടെ ഇങ്ങനെ മാറ്റം സംഭവിച്ചു, ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ജനങ്ങൾ അറിയണം. അത് കർത്താവ് പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുത്തു തുറന്ന് ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ലൂക്കായുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം മറ്റുള്ളവരുടെ ആ ഭാഗങ്ങളിൽ ഈ ലൂക്കായുടെ ആ ലക്ഷ്യം, ആ സുവിശേഷം, കർത്താവിൻ്റെ യേശുവിൻ്റെ ഏത് ഭാഗമാണ്, ഏത് സ്വഭാവമാണ് അവതരിപ്പിക്കുന്നത്, അതിന് ചേരാത്തതെല്ലാം അവിടെ മാറ്റിയിട്ട് വേണ്ടിയത് ചേർക്കുകയും ചെയ്യും. അതാണ് ഇവിടെയും കാണിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58:6 പറയുന്ന ആ ഭാഗം ഇവിടുന്ന് ലൂക്ക 58:6 നമുക്ക് വായിക്കാം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുക. ഉപവാസത്തെ പറ്റിയാണ് പറയുന്നത്. ആ ഭാഗമാണ് ഇവിടെ ലൂക്ക പറയുന്നത്. അപ്പോൾ അവിടെ ചിലത് കൂട്ടിച്ചേർക്കുകയാണ് ഇവിടെ ലൂക്ക. അതായത് 61:2 പറയുന്നത് പോലെ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. അങ്ങനെയാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്ന് കർത്താവ് പറയുകയാണ് ഇവിടെ. അപ്പോൾ ഈ ലൂക്കയുടെ ലൂക്ക പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്ത് ഈ 61-ാം വാക്യത്തിൻ്റെ ഈ 2-ാം ഭാഗം നമ്മളിപ്പം വായിച്ചത് കർത്താവിൻ്റെ കൃപാവത്സരവും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും അത് അവിടെ പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്, അതങ്ങ് വിട്ടുകളഞ്ഞു ലൂക്ക. വിട്ടുകളഞ്ഞിട്ട് 58 ആ ഭാഗം ചേർത്തു. അപ്പോൾ അതല്ല ഇതോടെ 61-ൻ്റെ ഈ ഭാഗം അത് 2-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗവും എല്ലാം ഏതാണ്ട് ഒരുമിച്ച് വരുന്നുണ്ട്, ഒരേപോലെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ മറ്റേ എന്താണ് അത് വിട്ട് കളഞ്ഞത്, പ്രതികാര ദിനവും. കർത്താവിൻ്റെ പ്രതികാര ദിനം, യേശു വന്നു കഴിഞ്ഞാൽ കർത്താവിന് അവിടെ പ്രതികാരമില്ല. പഴയ നിയമത്തിലാണ് ദുഷ്ടതയ്ക്ക് പ്രതികാരം ചെയ്യുമായിരുന്നു കർത്താവ്. തീർത്തും അങ്ങ് ദുഷ്ടത തന്നെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ അത് തന്നെയാണ് അവർ ജീവിതത്തിലും അവരുടെ മരണം വരെ അവർ തുടർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രതികാരം ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. അങ്ങനെ അവർക്ക് പിന്നെ അതിനുള്ള ഒരു കരുണ അവർ യാചിക്കുകയാണെങ്കിൽ കരുണ ചെയ്തിട്ടുണ്ട്.
തെറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ തെറ്റ് ചെയ്യുന്നവരുടെ ആ പ്രതികാരത്തിന് അതെല്ലാം മാറിക്കഴിഞ്ഞു. അതിവിടെ യേശുവിൻ്റെ പ്രവർത്തനത്തിൽ അത് യോജിക്കത്തില്ല പ്രതികാരത്തിന്. അതുകൊണ്ട് ലൂക്ക അതങ്ങ് വിട്ട് കളഞ്ഞു. അപ്പോൾ അതങ്ങനെ പല ഭാഗത്ത് നമുക്ക് കാണാം ലൂക്കായുടെ ഈ വിധമായ കാര്യങ്ങൾ. കാരണം അദ്ദേഹം നല്ല ഒരു യേശുവിൻ്റെ ആ കരുണയുടെ ദീനാനുകമ്പയുടെ തഴഞ്ഞ് മാറ്റപ്പെട്ടിട്ട് ഒറ്റപ്പെടുത്തപ്പെട്ട് പരിത്യക്തരാക്കപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിലെ ജനതയുടെ ഉള്ള ആ ദീനാനുകമ്പ, ആ രോഗികളുടെയും പ്രയാസങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും സഹിക്കുന്നവർക്കും ആശ്വാസം നൽകുന്നതുമൊക്കെയുള്ള പ്രവർത്തനമായിരുന്നു യേശുവിൻ്റെ. അപ്പോൾ അതാണ് ഇവിടെ ലൂക്ക പ്രത്യേകം യേശുവിൻ്റെ ആ ഭാഗം, ആ ഒരു സ്വഭാവ രീതി, പ്രവർത്തന രീതി, പ്രബോധന രീതി, അവരോടുള്ള ആഭിമുഖ്യം, അതാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ പ്രതികാര ദിനം അവിടെ പറ്റത്തില്ല, അതുകൊണ്ടാണ് അത് എടുത്ത് മാറ്റിയത്. അപ്പം യേശയ്യായുടെ പുസ്തകത്തിൽ ഈ പറയുന്നത് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ അത് കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. അത് ഇതുകൊണ്ടാണ് തൻ്റെ ശൈലിക്ക്, തൻ്റെ ലക്ഷ്യത്തിന് അനുസൃതമായിട്ടുള്ള ഭാഗം അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പം ബാക്കിയുള്ളത് വിട്ടുകളഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ അപ്പോൾ അവൻ ഈ ഭാഗം വായിച്ചു. എന്നിട്ട് അവിടുന്ന് കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ 19 അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിന് സ്വീകാര്യമായ വത്സരവേദ മിശിഹായുഗം, കൃപയുടെ കരുണയുടെ ആ യുഗം, ദൈവം ക്ഷമിക്കുന്നവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, നിസ്സീമമായ ക്ഷമ, നിസ്സീമമായ കരുണ, നിസ്സീമമായ സ്നേഹം, സ്വാർത്ഥത ഇല്ലാത്ത ആ ഒരു സ്നേഹം, അത് ആണ് കർത്താവിൻ്റെ ലക്ഷണം എന്ന് ഇവിടെ പ്രഘോഷിക്കുകയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ. അപ്പോൾ അതിന് പറ്റിയ ആ ഒരു കാര്യമാണ് ഇവിടെ കർത്താവും പറയുന്നത്, അപ്പോൾ യേശു പറയുന്നത്. അപ്പോൾ പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവത്സരമാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അത് തുടങ്ങുകയാണ്, അത് തുടങ്ങിക്കഴിഞ്ഞു, തൻ്റെ ശുശ്രൂഷയിൽ അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അവർക്കിതൊന്നും എല്ലാവർക്കും ഒന്നും മനസ്സിലായില്ല. കുറേ പേർക്കൊക്കെ മനസ്സിലായെന്ന് പിന്നീടുള്ള ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലായി, മറ്റുള്ളവരെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ മുൻവിധിയോടുകൂടി നിന്നതുകൊണ്ട് അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മുൻവിധിയുണ്ട്. അതാണ് ഇനിയുള്ള ഭാഗം. അത് ഞാൻ ഇപ്പോൾ നമുക്ക് സമയം ഏകദേശമായി. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ അതിനുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, അവരുടെ മുൻവിധി എന്തായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാം അടുത്ത എപ്പിസോഡിൽ. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കാരണം അത്രയും കൃപാവചസ്സുകൾ കേട്ടിരുന്നത് കർത്താവിൽ നിന്ന്, യേശുവിൽ നിന്ന് വന്നതെല്ലാം അവർക്ക് ഒരു സാധാരണക്കാരൻ്റെ, സാധാരണ റാബിയുടെ, ഒരു പ്രവാചകൻ്റെ അല്ലായിരുന്നു. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്രവാചകർ പറയുന്നത് പോലെയായിരുന്നു. ഇപ്പോൾ ജെറമിയായോ യേശയ്യായോ ഏലിയായോ ഒക്കെ പോലുള്ള പ്രവാചകരുടെ ശൈലിയിലാണ് കർത്താവ് അത് പറഞ്ഞത്. അത് ഇതിലിപ്പോൾ നിറവേറിയിരിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് ഇനിയും പറഞ്ഞു പോകുമ്പോൾ കൂടുതലായിട്ട് സമയം പോകും. പ്രിയപ്പെട്ട നിങ്ങൾ കൂടുതലും അത് കേൾക്കുന്നവർ, എല്ലാവരും കാണുന്നവരുമൊക്കെ എൻ്റെ ഈ ചാനൽ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കണം, അത് പറഞ്ഞു കൊടുക്കണം, അവരെ അത് കാണണം, ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ നോയമ്പ് കാലത്ത് ക്രിസ്ത്യാനികളാണെങ്കിൽ നോയമ്പ് കാലത്ത് ഏറ്റവും അത്യാവശ്യമാണ് നല്ല കാര്യം. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്, അത് ധ്യാനിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നോയമ്പ് കാലത്ത് ധ്യാനിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ്.
അപ്പോൾ അങ്ങനെ എല്ലാവരും ആ യൂട്യൂബിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് പലപ്പോഴും അതിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും കിട്ടും. ഞാൻ എല്ലാ ആഴ്ചയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നോയമ്പുകാല ചിന്തകളും അതിൻ്റെ കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് മടി വിചാരിക്കരുത്, ഉപേക്ഷ വിചാരിക്കരുത്, അത് ചെയ്തിരിക്കണം. അത് നിങ്ങൾ ചെയ്യുമെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയാണ് നോയമ്പുകാലത്തിൻ്റെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ നോയമ്പുകാലവും കഴിക്കാം. ഈ വാക്യങ്ങളും ഈ വീഡിയോയും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ കേൾക്കുകയും അത് അനുകരിക്കുകയും ചെയ്യുക, മനസ്സിലാഗ്രഹിക്കുകയും ചെയ്യുക. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.